ഞങ്ങള് ചോദിക്കാനോ പറയാനോ ഒന്നും പോയിട്ടില്ല. നമ്മളെ നെഗറ്റീവ് പറയുകയും എന്തോ ഒരു പല രീതിയിലും നമ്മളെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ I feel like I'm losing my mind. Is everybody in the world blind? ബിറ്റ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുഖം എല്ലാവർക്കും? എല്ലാരും സുഖമായിട്ടിരിക്കുന്നോ? ഞങ്ങൾ ഏറെ നാളുകൾക്ക് ശേഷമാണ് ഒരു ലോങ് വീഡിയോ ഇടുന്നത്. 3 മാസം കഴിഞ്ഞു കേട്ടോ. കാരണം ഈ ലോങ് വീഡിയോ ഇടാതിരിക്കാൻ പറ്റത്തില്ല. ഒരു സന്തോഷ വാർത്തയുണ്ട്. നന്ദി പറയാനുണ്ട്. നമ്മളെല്ലാം കാത്തിരുന്ന നമ്മുടെ സിൽവർ പ്ലേ ബട്ടൺ വന്നിരിക്കുകയാണ്. അങ്ങനെ നമുക്ക് 1 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയപ്പോൾ അങ്ങ് ദൂരെ നമ്മളെ തേടി ഞങ്ങളുടെ കൊച്ചു ഗ്രാമമാവുന്ന കരവാളൂർ ഞങ്ങളെ തേടി എത്തിയിരിക്കുകയാണ്. അതിനെല്ലാത്തിനും താങ്ക്സ് പറയാനുള്ളത് നിങ്ങളോട് മാത്രമാണ്. ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ ദൈവത്തോട് ഒരുപാട് നന്ദിയുണ്ട്. കാരണം നിങ്ങൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടത് മാത്രമാണ് ഞങ്ങൾക്ക് ഈ ഒരു സിൽവർ പ്ലേ ബട്ടൺ നേടാൻ കഴിഞ്ഞത് കേട്ടോ. ഒരുപാട് താങ്ക്സ്. ഞങ്ങളുടെ സിൽവർ പ്ലേ ബട്ടൺ ഞങ്ങൾ നിങ്ങൾക്ക് സമർപ്പിക്കുകയാണ് കേട്ടോ. അപ്പോഴെന്താ പറയാ, അതിന്റെ അൺബോക്സിങ് വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കാണാം. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും NDI പ്ലേ ബട്ടൺ കാണുന്നില്ലല്ലോ രണ്ടുപേരുടെയും കയ്യിൽ നിന്നല്ലേ. അറിയാം, കുറച്ചു പേർക്കൊക്കെ അറിയാം. ഞങ്ങൾ ഒമാനിലാണ്. അപ്പം ഞങ്ങളുടെ അഡ്രസ്സ് കൊടുത്തിരുന്നത് മൊത്തം നാട്ടിലെ അഡ്രസ്സാണ് കൊടുത്തേക്കുന്നത് യൂട്യൂബിൽ. അതുകൊണ്ട് തന്നെ നാട്ടിലെ ഞങ്ങളുടെ വീട്ടിലാണ് എത്തിയേക്കുന്നത്. അപ്പൊ അത് അൺബോക്സിങ് ചെയ്യുന്നതിന്റെ ഒരു വീഡിയോ വീട്ടിൽ നിന്ന് എടുത്തത് ഞങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ട്. അതപ്പോ നമുക്ക് ഒന്ന് കാണാം. ഓക്കെ. എൻ്റെ പിള്ളേര് കഠിനാധ്വാനം കൊണ്ട് ഇത് കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ്. പിള്ളേർ വാങ്ങിക്കാനുള്ളതിന് പകരം ഞങ്ങളായിപ്പം വാങ്ങിച്ചിരിക്കുന്നത്. അവരിവിടെ ഇല്ലാഞ്ഞിട്ട് വളരെ സന്തോഷമുണ്ട്. നിങ്ങളെല്ലാവരെയും സപ്പോർട്ട് വളരെയധികം നന്ദി പറയുന്നു. സഹായിച്ച എല്ലാവർക്കും നന്ദി. ഇപ്പോൾ 100K ഞങ്ങൾക്ക് സിൽവർ പ്ലേ ബട്ടൺ വന്നിട്ടുണ്ട്. കൊറിയർ വഴിയാണ് വന്നത്. പപ്പയും മമ്മി ഇവിടെ ഇല്ല, അവർ ഒമാനിലാണ്. പക്ഷേ പ്ലേ ബട്ടൺ വന്നത് ഇവിടെയാണ്. അവരെ മിസ് ചെയ്യുന്നുണ്ട്, വളരെയധികം മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ അനിയത്തി അമ്മയുടെ വീട്ടിലാണ്, അവളില്ല. അതും ഒരു വിഷമമാണ്. ഞങ്ങൾക്ക് 100K സിൽവർ പ്ലേ ബട്ടൺ കിട്ടി. അതിൻ്റെ അൺബോക്സിങ് നിങ്ങൾ വീഡിയോ കണ്ടെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളുടെ പപ്പ, മമ്മി, പിന്നെ മോൻ ഒക്കെ ചേർന്നാണ് അൺബോക്സ് ചെയ്തത് കേട്ടോ. പിന്നെ ഉള്ള കസിൻ ബ്രദേഴ്സ് വന്നിട്ടാണ് ആ വീഡിയോ ഒക്കെ എടുത്തത്. മോളുണ്ടായിരുന്നു. മോള് എന്റെ വീട്ടിലോട്ട് പോയി. ആ സമയത്ത് അതവിടെ വന്നത്. അന്ന് കൊറിയർ ഓഫീസിൽ അപ്പം വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു യൂട്യൂബിൽ നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് വന്നിട്ടുണ്ട്, ഒരു അവാർഡ് വന്നിട്ടുണ്ട്, വന്ന് വാങ്ങണമെന്ന് പറഞ്ഞു. കൊറിയർ ഓഫീസിൽ നിന്ന് ഇച്ചാന്റെ പപ്പനെ വിളിച്ചു. അങ്ങനെ പോയി വാങ്ങിക്കൊണ്ട് വന്നു. അപ്പൊ അത് അവരൊക്കെ കൂടിയിട്ടാണ് അൺബോക്സിങ് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ പോലെ തന്നെയാണ് ഞങ്ങൾക്കത് കൈകൊണ്ട് വാങ്ങാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല, അതിനൊന്ന് തൊടാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. നമ്മുടെ വീട്ടിൽ തന്നെ അല്ലേ ചെന്നെങ്കിൽ നമുക്ക് എപ്പോഴായാലും കാണാനും തൊടാനും ഒക്കെ പറ്റുമല്ലോ അല്ലേ. എന്നാലും ഞങ്ങൾക്ക് വിഷമമൊന്നുമില്ല, ഒരുപാട് സന്തോഷമേ ഉള്ളൂ. എന്ന് വെച്ചാൽ അത്രയും ദൂരത്തുനിന്ന് അത് ഇവിടെ വരെ എത്തുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ ഒറ്റ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്. നിങ്ങളുടെ സപ്പോർട്ടും ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. പിന്നെ ഞങ്ങൾ ചെയ്യുന്ന ഞങ്ങളുടെ വീഡിയോസ് ഒക്കെ കണ്ട് ഇഷ്ടപ്പെട്ട് നിങ്ങൾ തരുന്ന ലൈക്ക്, കമന്റ്സ്, നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കമ്മ്യൂണിറ്റി പറഞ്ഞതുപോലെ വീണ്ടും പറയുകയാണ്, ഞങ്ങളുടെ പിന്നെ സിൽവർ പ്ലേ ബട്ടൺ ഞങ്ങൾ നിങ്ങൾക്ക് സമർപ്പിക്കുകയാണ് കേട്ടോ. അപ്പോഴെന്താ പറയാ, ഇനിയും നമുക്ക് ഒരുപാട് യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ട്. യാത്ര ചെയ്ത് നമുക്ക് ഒരുമിച്ച് പോയിട്ട് നമുക്ക് 1 മില്യൺ അടിക്കുമ്പോ ഗോൾഡൻ പ്ലേ ബട്ടൺ ഇവിടെ വാങ്ങിക്കണം. കുറച്ച് ആഗ്രഹം കൂടി പോയോ. എന്നാലും സാരമില്ല, ചെറിയതായിട്ട് നമ്മൾ ചെറിയ രീതിയിൽ ആഗ്രഹിക്കണം. ആഗ്രഹം ഉണ്ടെങ്കിൽ അപ്പോഴെന്താ പറയാ, ഒരുപാട് താങ്ക്സ്. പിന്നെന്ന് വെച്ചാല് എന്താ പറയാ, നമ്മള് ഈ ഒരു സമയത്ത് ഞങ്ങൾക്ക് നിങ്ങളോടെല്ലാം പറയാനായിട്ടുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ ഒരു കാര്യം നമുക്ക് നേടണം നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിനുവേണ്ടി ഒരുപാട് കഷ്ടപ്പെടണം. നല്ല രീതിയിൽ കഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ നമുക്കത് നേടിയെടുക്കാൻ കഴിയത്തുള്ളൂ. ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളും വിഷമങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ടാവും. കാരണം നിങ്ങൾക്കൊക്കെ അറിയാം, ഞാൻ ഇടയ്ക്ക് ഞങ്ങൾ രണ്ടുപേരും യൂട്യൂബ് ചാനൽ നിർത്താന്ന് വിചാരിച്ചു. പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോഴേ, നമ്മൾ ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വീഡിയോ ഒക്കെ ഇടുമ്പോഴേ നമുക്ക് ഒരുപാട് നെഗറ്റീവ് കമന്റുകൾ, പിന്നെ പരിഹാസങ്ങൾ ഒരുപാട് അറിയാവുന്നവർ തന്നെയായിരിക്കും നമ്മളെ കൂടുതൽ
കുറ്റപ്പെടുത്തിയിട്ടുള്ളത്, അറിയാവുന്നവർ എന്നെ. ആരും നേരിട്ട് കുറ്റപ്പെടുത്തത്തില്ല, പിന്നിൽ കൂടെ. അത് നമുക്ക് ഭയങ്കര നമ്മള് കാര്യങ്ങൾ അറിഞ്ഞെന്ന് അറിഞ്ഞിട്ട് പോലും ഞങ്ങള് ചോദിക്കാനോ പറയാനോ ഒന്നും പോയിട്ടില്ല. നമ്മളെ നെഗറ്റീവ് പറയുകയും എന്തോ ഒരു പല രീതിയിൽ നമ്മളെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്, നമ്മുടെ വീട്ടുകാരോട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ അതെല്ലാം അറിയുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ഞങ്ങൾ അറിയുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ ഒരിക്കൽ പോലും എന്ത് അങ്ങനെ പറഞ്ഞാൽ എന്താ ഇങ്ങനെയെന്നൊക്കെ ചോദിക്കാനോ അതിനെ കറക്റ്റ് ചെയ്യാനോ ഞങ്ങൾ പോയിട്ടില്ല. പിന്നെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ സമയം ഉണ്ടാകത്തുള്ളൂ. എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉള്ള വിഷമം ഞങ്ങൾ ചിലപ്പോൾ സങ്കടപ്പെട്ട് ചില സമയത്ത് വീഡിയോസ് ഇടാതിരുന്നിട്ട് ആ ഇടാതിരുന്ന സന്ദർഭങ്ങളിലൊക്കെ നമ്മുടെ കുറെ ഫ്രണ്ട്സ് എന്ന് വെച്ചാല് കണ്ടിട്ട് പോലും ഇല്ല, ഞങ്ങൾ നേരിൽ കണ്ടിട്ട് പോലും ഇല്ല, നമ്മുടെ ഈ ചാനൽ വഴിയുള്ള ഒരു ബന്ധം മാത്രമേ ഉള്ളൂ. അവരൊക്കെ നമുക്ക് വാട്സപ്പ് നമ്പർ ഞങ്ങൾ ചാനലിൽ കൊടുക്കുന്നു, വാട്സപ്പിൽ കോൺടാക്ട്, നിങ്ങൾ എന്തുകൊണ്ട് ഇപ്പം വീഡിയോ ഇടുന്നില്ല, നിങ്ങളെ മിസ് ചെയ്യുന്നു, നിങ്ങൾ എന്താ വീഡിയോ ഇടാത്തതെന്ന് പറഞ്ഞ് നമുക്ക് ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മളെ പറയാൻ നമ്മൾ ഇനി പറ്റുന്നില്ല ഞങ്ങളെ കൊണ്ട്, ഞങ്ങൾ പല കാര്യങ്ങളും പറഞ്ഞു. അപ്പൊ അവരെല്ലാം ഞങ്ങൾക്ക് സപ്പോർട്ട്, അവരോടൊക്കെ ഒരുപാട് താങ്ക്സ് ഇടുന്നു. വീട്ടുകാർ നല്ല സപ്പോർട്ട് ഉണ്ട്. വീട്ടിലൊക്കെ ഞങ്ങൾ ഒരു വീഡിയോ ഇതിനു മുമ്പ് ഒരു ദിവസം ഞങ്ങൾ ഭയങ്കര സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ട് ഞങ്ങളൊരു വീഡിയോ ഇട്ട് നിർത്തുവാന്നും പറഞ്ഞിട്ട്, അന്നൊക്കെ ഞങ്ങളുടെ വീട്ടിലും ഫാമിലിയിലുള്ളവരെല്ലാം വിളിച്ചിട്ടുണ്ട്, നിങ്ങൾ നിർത്തല്ലേ, നമ്മളൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് ഇതെല്ലാം തരണം ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അതൊക്കെ തരണം ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്താൻ പറ്റൂ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പലരെയും നമ്മൾ കണ്ടിട്ടുണ്ട്, നമുക്ക് മുമ്പേ പോയിട്ടുള്ളവരല്ല, അവരെല്ലാം പറഞ്ഞിട്ടുള്ളത് ഇതൊക്കെ തന്നെയാണ്. നമ്മൾ ഒരുപാട് വിഷമിക്കേണ്ടി വരും, ഒരുപാട് സങ്കടപ്പെടേണ്ടി വരും, ചിലപ്പോൾ നമ്മൾ അടപടലും തറയിൽ പോയിന്ന് വരും, അതൊക്കെ ഇതിനകത്തുണ്ടാവും. എന്നാലും നമ്മൾ വിഷമിക്കാതെ മുമ്പോട്ട് തന്നെ പോവുക, നമുക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്താൻ പറ്റും. അങ്ങനെ ദൈവത്തിന്റെ അനുഗ്രഹവും നിങ്ങളുടെ സപ്പോർട്ടും കൊണ്ട് ഞങ്ങള് സിൽവർ പ്ലേ ബട്ടൺ വാങ്ങിച്ചിരിക്കുകയാണ് കേട്ടോ. ഒരുപാട് പറഞ്ഞാലും തീരത്തില്ല, അത്രയ്ക്ക് സന്തോഷമുണ്ട്. കാരണം നമ്മൾ ഇപ്പൊ തുടങ്ങിയിട്ട് 2014 ഇച്ചായൻ സ്റ്റാർട്ട് ചെയ്ത ഒരു ചാനലാണ് നമ്മുടെ ചാനൽ. പക്ഷെ കുറച്ച് നാൾ ഇച്ചായൻ പേരിന് വേണ്ടിട്ട് നമ്മുടെ പിള്ളേരുടെ വീഡിയോ 2010 എന്നിട്ട് നമ്മൾ 2-3 വീഡിയോ ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ വീഡിയോസ് ഒന്നും യൂട്യൂബ് ചാനൽ അതിന് വരും ഏണിങ്സ് കിട്ടുമെന്നോ ഒന്നും നമുക്ക് അറിയത്തൊന്നുമില്ല, വെറുതെ ഒരു രസത്തിനും കിട്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുറെ നാൾക്ക് ശേഷം 2022 ഇങ്ങനെ ഒരു ദിവസം, അന്ന് കുഞ്ഞുങ്ങളൊക്കെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ അവര് നാട്ടിൽ പോയതിനു ശേഷം ഞങ്ങൾ മാത്രം റൂമിലായി, പിള്ളേരില്ല, ഡ്യൂട്ടി കഴിഞ്ഞ് വീട് കഴിഞ്ഞ് ഡ്യൂട്ടി, അങ്ങനെ പിന്നെ ഞങ്ങൾക്ക് പലവിധ ടെൻഷനും കാര്യങ്ങളുമായി, കൊച്ചുങ്ങളും ആകെപ്പാടെ ഒരു വീട്ടിലോട്ട് വരണമെന്ന് പോലും തോന്നുന്നില്ല, ആ ഒരു മെന്റാലിറ്റിയിലോട്ട് പോയി ഞങ്ങൾ. ആകെപ്പാടെ ഒരു ഭയങ്കര വിഷമമായി പോയി. അങ്ങനെ ഇരുന്നപ്പോഴ് എന്നാ പിന്നെ നമുക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി, നമുക്കൊരു സന്തോഷം ഉണ്ടാവും, നമ്മള് ബിസി ആവും, ലൈഫ് ബിസി ആവും. അന്ന് അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞ അങ്ങനെ ഞങ്ങൾ തുടങ്ങി. തുടക്കത്തിൽ ഇച്ചായന് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ, ഒരുപാട് ഇച്ചായൻ പറഞ്ഞെന്ന് വെച്ചാൽ നീ ഇങ്ങ് ചെയ്താൽ മതി. പക്ഷെ എനിക്ക് തന്നെ ചെയ്യാനൊരു പേടി. പിന്നെ നമ്മളെ പോലെ തന്നെ ഒരുപാട് പേര് ഇങ്ങനെ ചെയ്യുന്നത് കണ്ട് പിന്നെ അവരോടൊക്കെ നമ്മള് ഒരു അഡ്വൈസ് ചോദിച്ചു, അവരുടെ എങ്ങനെയൊക്കെ കാര്യങ്ങൾ എന്നൊക്കെ. അപ്പൊ അവരൊക്കെ പറഞ്ഞു തന്നും പ്രോത്സാഹനം തന്നും ഒക്കെയാണ് നമ്മൾ ഇവിടെ വരെ എത്തിയത്. പേരെടുത്ത് പറയാൻ പറ്റത്തില്ല, പേരെടുത്ത് പറഞ്ഞാല് ഒരുപാട് പേര് നമ്മള് മണിക്കൂറൊക്കെ ആക്കാനായിട്ട് ഞങ്ങൾ ഓരോരുത്തരടുത്ത് ഇരന്നിട്ടുണ്ട്. ഒന്ന് ഞങ്ങളുടെ വീഡിയോ കാണുമോ, ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുമോ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമോ എന്ന് വെക്കുമ്പോ നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്താൽ ഞങ്ങൾക്ക് എന്താ കിട്ടുന്നത്, പൈസ എല്ലാം കിട്ടുമോ, എന്താ ഞങ്ങൾക്ക് കിട്ടുന്നതെന്നൊക്കെ ചോദിക്കാറുണ്ട്. ചിലർ വിചാരിക്കുന്ന അറിയത്തില്ല കേട്ടോ, കുറെ പേർക്ക് അറിയത്തില്ല, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ പൈസ പോകുന്നൊക്കെ അവര് വിചാരിക്കുന്നേ, അറിയത്തില്ല. നമ്മൾ കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് ലൈവ് ഒക്കെ ഞങ്ങൾ ഒരുപാട് ഇട്ടിട്ടുണ്ട്. ആ സമയത്ത് ഒരുപാട് ഞങ്ങളുടെ ഡ്യൂട്ടി കഴിഞ്ഞ് ഞങ്ങൾ വരുമ്പം 10 മണിയാവും, 10 മണിയാകുമ്പോൾ കഴിയും, വീട്ടിൽ വരുമ്പം 10:30 അപ്പൊ വെച്ചാൽ നാട്ടിലെ ഏകദേശം 12 മണിയാവും അല്ലെ, 12 മണിയാവും ഞങ്ങൾ വീട്ടില് ഞങ്ങളുടെ ഡ്യൂട്ടി കഴിഞ്ഞ് ഇവിടെ വരുമ്പോൾ. എന്നിട്ട് ഞങ്ങൾ ലൈവ് ഇടും. ആ സമയത്ത് ഒരുപാട് പേര് ഞങ്ങളുടെ കൂടെ ലൈവ് ചെയ്യുന്നുണ്ടും. അന്നത്തെ സമയത്ത് ടുഗദർ ലൈവ് സ്റ്റാർട്ട് ചെയ്ത സമയമാണ് കേട്ടോ. അപ്പൊ ആ ഫസ്റ്റ് ഞങ്ങൾക്ക് തന്നെ കിട്ടി. എനിക്ക് തോന്നുന്നത് വേറെ ആരും ഞങ്ങൾ പുറം നാട്ടുകാർക്കൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിലും മലയാളികളിൽ ഞങ്ങൾക്ക് തോന്നുന്നത് വേറെ ആൾക്ക് അറിയാം, ഞങ്ങളുടെ അറിവിൽ ഞങ്ങൾക്കായിരുന്നു ആദ്യമേ കിട്ടിയെന്ന് തോന്നുന്നു. അന്നത്തെ ടുഗദർ ലൈവ് എന്ന് വെച്ചാൽ പൊളിയായിരുന്നു. ഒത്തിരി പേര് വന്ന് അതില് ഹെൽപ്പ് ചെയ്തു, അതില് നമ്മുടെ കൂടെ നിന്നു, പാട്ടുപാടി, അതുപോലെ DJ ഡാൻസ് ഇട്ട് കളിച്ചു, അതുപോലെ തന്നെ അല്ലാതെ സംസാരിച്ചു. ഒരുപാട് പേര് പറയാത്തതെന്ന് വെച്ചാൽ നമുക്ക് കാരണം ഒരുപാട് സന്തോഷമുണ്ട്. അവരുടെയൊക്കെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമ്മൾ വാച്ച് അവേഴ്സ് തികച്ചത്. പിന്നെ സബ് നിങ്ങൾ എല്ലാവരും ചെയ്ത് തന്നെയാണ്. അങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ്
സ്റ്റെപ്പ് നമ്മൾ വെച്ചത്, ഫസ്റ്റ് സ്റ്റെപ്പ് വെച്ചത് എന്ന് വെച്ചാൽ ഞങ്ങള് ചാനൽ തുടങ്ങി 8 മാസം കഴിഞ്ഞപ്പോൾ നമ്മൾ മോണിറ്റൈസ് ആയി. പിന്നെ ലോങ് വീഡിയോയും ഷോർട്സ് വീഡിയോ ഇങ്ങനെ ഇട്ടിട്ട് വന്ന് ഇപ്പം ഏകദേശം 2 വർഷമായി ഞങ്ങൾ ചാനൽ തുടങ്ങിയിട്ട്. ഞങ്ങൾ ഇപ്പോഴാണ് ശരിക്കും ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ്, നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ടോ. പിന്നെ എല്ലാവരും സപ്പോർട്ട്, ദൈവാനുഗ്രഹം. ഞങ്ങൾ ആദ്യത്തെ സമയത്ത് ഞങ്ങൾക്ക് എങ്ങനെ വീഡിയോസ് എടുക്കണ്ടെന്നൊന്നും അറിയത്തില്ല. നമ്മള് അങ്ങ് വെറുതെ ഇടുവോ. പക്ഷെ അതൊന്നും അത്രയും ആദ്യത്തെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കാണും പറയാം വളരെ ഇതായിട്ടൊക്കെ എടുത്തേക്കുന്നത്. അന്നത്തെ സമയത്ത് നമുക്ക് അതിനെ പറ്റി ഒന്നും അറിയത്തില്ലല്ലോ. പിന്നെ നമ്മൾ ഒരുപാട് ആളുകളുമായിട്ട് നല്ല നല്ല ഫ്രണ്ട്ഷിപ്പായി. അവർ നമുക്ക് ഒരുപാട് എങ്ങനെ ചാനൽ ഇംപ്രൂവ് ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അങ്ങനെയൊക്കെയാണ് നമ്മൾ കുറച്ച് എന്തെങ്കിലും ഒന്ന് ചെറുതായിട്ട് മുമ്പോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേരെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഈ നിമിഷം അവരെല്ലാം ഓർക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഈ സിൽവർ പ്ലേ ബട്ടൺ നിങ്ങൾക്ക് ഓരോരുത്തർക്ക് സമർപ്പിക്കുകയാണ്. ഇനിയും നമുക്ക് മുൻപോട്ട് ഒരുമിച്ച് പോകണം. ഇനി മുമ്പോട്ട് ഞങ്ങളെ കൊണ്ടുപോകണം. നിങ്ങൾ കൊണ്ടുപോയെങ്കിലും പറ്റും, നിങ്ങളും കൊണ്ടുപോകണം. ദൈവത്തിന്റെ അനുഗ്രഹവും ഞങ്ങളുടെ ഹാർഡ് വർക്കും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇനിയും നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും. സപ്പോർട്ട് ചെയ്യണം. അപ്പൊ എല്ലാവരോടും ഒരുപാട് നന്ദി കേട്ടോ. താങ്ക്സ്.